വെട്ടം പഞ്ചായത്തിലെ 2-ാം വാർഡ്, അതിൽ പുഴവക്കത്ത് നിൽക്കുന്ന ഒരു പാലാണത്. ഈ പാലത്തിന് ഒരു പേരുണ്ട്, കഞ്ചാവ് പാലെന്ന്. അങ്ങനെ കഞ്ചാവോ കള്ളൊന്നും അവിടെ ഇല്ല. അതാരോ കുസൃതിക്ക് അങ്ങനെ അന്ന് വിളിച്ചു പോയതാണ്. ആ പേര് ഇങ്ങനെ ഉണ്ടായി. ആ പാലമാണ് 2-ാം വാർഡിൽ പുഴവക്കിൽ നിൽക്കുന്ന ഒരു പാലമാണ്. 40 വർഷക്കാലം പഴക്കമുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം. പക്ഷെ പാലത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അത്രക്കും ദയനീയമായ ഒരവസ്ഥയാണ്. പാലത്തിന് ചരിവുണ്ട്. ഈ ഭാഗം എങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ്. ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇത് ജനങ്ങൾ അറിയാതിരിക്കാൻ പറ്റില്ല. വെട്ടം പഞ്ചായത്തിൽ 2-ാം വാർഡും നിറമരുന്നൂർ പഞ്ചായത്തും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണത്. 40 വർഷത്തിലേറെയായി ഇതിനെങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. എപ്പോഴാണിത് നിലം പൊത്തുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ശോചനീയമായ ഒരു രീതിയിലാണ്, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഇതിനെന്തും സംഭവിക്കാം. ഒരു പാലത്തിൻ്റെ അടിഭാഗമാണിത്. ഈ പാലം, ഇതിൻ്റെ മേലെ കൂടെ നടക്കുന്നവർക്ക് അതിൻ്റെ ഭീകരത അറിഞ്ഞുകൂടാ, കണ്ടൂടെ. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇതിൻ്റെ സ്ലാബുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് എടുക്കുകയാണ്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു കോലം. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ പാലത്തിന് കൊടുത്തിട്ടുള്ള തൂണിൻ്റെ ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ആ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഭരണകർത്താക്കൾ ഇത് കണ്ടെത്തി ഇതിനുള്ളൊരു പോംവഴി കാണേണ്ടതാണ്. എത്രയോ ആളുകൾ ഇതിലൂടെ സഞ്ചരിക്കാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെട്ടം പഞ്ചായത്തും നിറമരുന്നൂർ പഞ്ചായത്തും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗമാണിത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇനി നല്ലൊരു വെള്ളക്കുത്ത് ഒഴുക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ശോചനീയമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുക. തറയിൽ യാതൊരു തരത്തിലുള്ള പിടുത്തവും ഇല്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ഇത് കണ്ടെത്തുകയും കാണുകയും